ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷക സഹോദരങ്ങളെ, നിങ്ങൾക്കേവർക്കും പരിശുദ്ധ കന്യാമാതാവിൻ്റെ സ്വർഗാരോപണത്തിൻ്റെയും നമ്മുടെ ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും ഹൃദ്യമായ പ്രാർത്ഥനകളും മംഗളങ്ങളും സ്നേഹാശംസകളും നേരുകയാണ്. സ്വാതന്ത്ര്യം, കർത്താവാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. കർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശാന്തിയുടേതുമായി മാറ്റപ്പെടണമെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കണം. അമ്മയാണ് സന്തോഷത്തിൻ്റെ കാരണം, അമ്മയാണ് സമാധാനത്തിൻ്റെ രാജ്ഞി. യഥാർത്ഥ സന്തോഷമാരാണ്? ഈശോയാണ്. സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണല്ലോ ഈശോ. ആ സന്തോഷമായ ഈശോയെ നമുക്ക് നൽകുവാൻ സ്വർഗം നിയോഗിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയെ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ എന്ന് വിളിക്കുന്നു. നമുക്ക് അമ്മയോട് ചേരാം. കൃപ നിറഞ്ഞവളേ, കൃപ നിറഞ്ഞവളേ, ദൈവത്തിൻ കൃപ നിറഞ്ഞവളേ, വന്നിടുന്നിതാ നിൻ സന്നിധേ, നിൻ മക്കൾ ഞങ്ങൾ ആദരവോടെ. കൃപ നിറഞ്ഞവളേ, കൃപ നിറഞ്ഞവളേ, ദൈവത്തിൻ കൃപ നിറഞ്ഞവളേ, വന്നിടുന്നിതാ നിൻ സന്നിധേ, നിൻ മക്കൾ ഞങ്ങൾ ആദരവോടെ. അണയാം അണയാം അമ്മയ്ക്കരികിൽ, ജപമാല ചൊല്ലാം വിനയത്തോടെ. അണയാം അണയാം അമ്മയ്ക്കരികിൽ, ജപമാല ചൊല്ലാം വിനയത്തോടെ. വാനദൂതരും ഭൂവാസികളും വാഴ്ത്തിടുന്ന നിർമ്മല കന്യേ. വാനദൂതരും ഭൂവാസികളും വാഴ്ത്തിടുന്ന നിർമ്മല കന്യേ, കൈക്കുമ്പിളിൽ പൂക്കളുമായി വിശ്വാസമോടെ ഞങ്ങൾ വരുന്നു. കൈക്കുമ്പിളിൽ പൂക്കളുമായി വിശ്വാസമോടെ ഞങ്ങൾ വരുന്നു. അണയാം അണയാം അമ്മയ്ക്കരികിൽ, ജപമാല ചൊല്ലാം വിനയത്തോടെ. അണയാം അണയാം അമ്മയ്ക്കരികിൽ, ജപമാല ചൊല്ലാം വിനയത്തോടെ. ദൈവസന്നിധേ ഞങ്ങൾ ഉയർത്തും പ്രാർത്ഥനകൾക്കുത്തരം നൽകാൻ. ദൈവസന്നിധേ ഞങ്ങൾ ഉയർത്തും പ്രാർത്ഥനകൾക്കുത്തരം നൽകാൻ. കണ്ണീരോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥ്യമേകുന്നൊരമ്മയല്ലയോ. കണ്ണീരോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥ്യമേകുന്നൊരമ്മയല്ലയോ. കൃപ നിറഞ്ഞവളേ, കൃപ നിറഞ്ഞവളേ, ദൈവത്തിൻ കൃപ നിറഞ്ഞവളേ, വന്നിടുന്നിതാ നിൻ
സന്നിധേ നിൻ മക്കൾ ഞങ്ങൾ ആദരവോടെ അണയാം അണയാം അമ്മയ്ക്കരികിൽ ജപമാല ചൊല്ലാം വിനയത്തോടെ അണയാം അണയാം അമ്മയ്ക്കരികിൽ ജപമാല ചൊല്ലാം വിനയത്തോടെ അണയാം അണയാം അമ്മയ്ക്കരികിൽ ജപമാല ചൊല്ലാം വിനയത്തോടെ അണയാം അണയാം അമ്മയ്ക്കരികിൽ ജപമാല ചൊല്ലാം വിനയത്തോടെ. പ്രിയപ്പെട്ട ഷാനവാസിൻ്റെ ഗാനങ്ങളാണ് ഈ ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ ശ്രമിച്ചത്. ഷാനവാസ് ചിലതെല്ലാം രചനയും സംഗീതവും നൽകി. ഈ ഗാനത്തെക്കുറിച്ച് എന്താണ് ഷാനവാസിന് പറയാനുള്ളത്? നമ്മൾ പാടാൻ പോകുന്ന ഗാനം, ഈ ഗാനം ആദ്യം പാടിയത് ദലീമ ചേച്ചിയാണ്. ഒത്തിരി നാൾ മുമ്പ് ചെയ്തൊരു പാട്ടാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി പാടുന്നത് അപർണ മാർട്ടിൻ, ആ സഹോദരിയാണ്. എൻ്റെ ഒരു സുഹൃത്ത്, മൂവാറ്റുപുഴയിലുള്ള ഒരു ബെന്നി വെട്ടിയാങ്കൽ, അദ്ദേഹമാണ് എഴുതിയത്. ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ മറിയത്തിൻ്റെ ഈ സ്വർഗാരോപണ ദിനം അമ്മയുടെ സ്നേഹമാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ രാജ്ഞിയായ അമ്മയുടെ ശാന്തിയും സമാധാനവും ഈശോയിലേക്കുള്ള സ്വാതന്ത്ര്യവും പകർന്നുതരുവാൻ അമ്മ നമ്മോടൊപ്പമുണ്ട്. അമ്മയോട് ചേർന്ന് ഈശോയെ മഹത്വപ്പെടുത്തി ഈ ഗാനം നമുക്ക് ശ്രമിക്കാം. പുണ്യപൂർണയാ
അമ്മേ മേരിമാതേ, ആശ്വാസം നീയല്ലോ. ലുത്തിനിയായിൽ പീഡിതരുടെ ആശ്വാസമേ എന്ന് അമ്മയെ വിശേഷിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു സ്നേഹത്തണൽ പോലെ സമാശ്വാസത്തിൻ്റെ ശീതള ഛായ വിരിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ഷാനവാസേ, എന്താണ് ഈ ഗാനത്തെക്കുറിച്ച് ഉള്ള അനുഭവം ഒന്ന് പങ്കുവയ്ക്കുക. ഈ ഗാനം എഴുതിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശാലോമിൻ്റെ പ്രധാന സാരഥിയായ ബഹുമാനപ്പെട്ട ബെന്നി സാറിൻ്റെ വൈഫാണ് സ്റ്റെല്ല ബെന്നി പുന്നത്തറ. സ്റ്റെല്ല ചേച്ചി എഴുതിയ ഗാനം അല്ലേ? അതെ. ഓക്കെ. ചേച്ചി ഒരിക്കലും ഇങ്ങനെ സംസാരമധ്യേ, നമുക്കറിയാം ചേച്ചി പാട്ടുകളൊക്കെ എഴുതുന്ന ആളാണ്. ശാലോം ടൈംസിൽ ലേഖനങ്ങൾ എഴുതുന്ന എത്രയോ ലേഖനങ്ങൾ, എത്രയോ ലക്ഷക്കണക്കിന് വായനക്കാരുടെ ഹൃദയത്തിൽ. അപ്പോൾ ചേച്ചിയുടെ ഒരു പാട്ടും മ്യൂസിക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. വളരെ മനോഹരമായ ഗാനം. ചേച്ചിക്കും പ്രത്യേകമായ സ്നേഹാശംസകളും മംഗളങ്ങളും നേരുകയാണ്. വീണ്ടും എഴുതുവാനുള്ള പ്രാർത്ഥനകൾ. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനാപൂർവം അടുത്ത ഗാനം നമുക്ക് ശ്രവിക്കാം.
സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോടുള്ള ഹൃദയ നിറവാർന്ന ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മരിയ ഭക്തി അത് കേവലം വൈകാരികമായ ഒരു അനുഭവം മാത്രമല്ല, ആഴമായ ക്രിസ്തു അനുഭവത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ മാതാവിൻ്റെ പേരിൽ തന്നെ ഉള്ള കൂട്ടായ്മകളുണ്ട്. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, തിരുസഭ പ്രബോധനങ്ങളോട് ചേർന്ന്, തിരുസഭയുടെ അധികാരത്തോട് ചേർന്ന്, തിരുസഭയുടെ കാഴ്ചപ്പാടുകളോട് ചേർന്നുള്ള മരിയ ഭക്തിയാണ് യഥാർത്ഥ മരിയ ഭക്തി. അതുകൊണ്ട് തന്നെ നമ്മൾ കേവലം ഒരു വൈകാരികതയുടെ മരിയ ഭക്തി വഴിയല്ല പോകേണ്ടത്, മറിച്ച് ആഴമായി ക്രിസ്തു നമ്മിൽ രൂപപ്പെടുവാൻ വേണ്ടിയുള്ള ആ മരിയ സ്നേഹ വണക്കത്തിൻ്റെ വഴിയിലൂടെ നാം കടന്നു ചെല്ലേണ്ടതുണ്ട്. അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ സ്വർഗാരോപണ ദിനം മറ്റൊരു കാര്യം കൂടി പ്രധാനമായി നമ്മൾ ഹൃദയത്തിൽ വിഷയമാക്കണം. അത് മറ്റൊന്നുമല്ല, സകല സുഹൃത പുണ്യങ്ങളും നമ്മൾ വേരൂന്നി വളരുവാൻ പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ മാതാവിൻ്റെ ആ സാന്നിധ്യവും സാമീപ്യവും നമുക്ക് ഏറ്റവും ഗുണപ്രദമാണ്. ഈ അമ്മയോട് ചേരുമ്പോൾ അമ്മ നമ്മളെ പരിചയപ്പെടുത്തരുന്ന ഒരു സ്വർഗീയ സമ്മാന വ്യക്തിത്വമുണ്ട്. അത് മറ്റാരുമല്ല, വിശുദ്ധ യൗസേപ്പ് പിതാവ്. നമ്മളിന്ന് എപ്പിസോഡ് ഇവിടെ തീരുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് ചേർന്നാണ് നമ്മുടെ ജീവിതം തിരുക്കുടുംബത്തിന് സമർപ്പിച്ച് നമ്മൾ ഹൃദയത്തിൽ ആ സ്വർഗീയ സന്തോഷം അനുഭവിക്കുകയാണ്. ഷാനവാസേ, യൗസേപ്പ് പിതാവിൻ്റെ ഒരു ഗാനം ഞങ്ങൾ ലക്ഷക്കണക്കിന് ശ്രോതാക്കൾ, പ്രേക്ഷകർ ശാലോമിലൂടെ കേട്ട് ഞങ്ങളെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയൊരു ഗാനമാണ് തുടർന്ന് പാടാൻ പോകുന്നത്. അതെ, ആ ഗാനത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് നമുക്ക് ഗാനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഗാനത്തെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. നമ്മുടെ സമയ പരിമിതി മൂലം ചുരുക്കിയാണ്. നമ്മുടെ ശാലോം ടി വിയുടെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ശാലോമിൻ്റെ ബഹുമാനപ്പെട്ട നേതൃത്വ നിര നൽകിയൊരു നിർദ്ദേശം അനുസരിച്ചാണ് ഈ പാട്ട് ചെയ്യുന്നത്. അതിൻ്റെ വരികളും സംഗീതവും ഒക്കെ ഒത്തിരി പ്രാർത്ഥനയിൽ വന്നതാണത്. ഞാൻ ഓർക്കണേ, ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ പാടിയ എല്ലാ പാട്ടുകളും അതിൻ്റെ വരികളും സംഗീതവും ഒക്കെ സ്വർഗം നൽകിയതാണ്. നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ, മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് തരും. കാരണം നമുക്കറിയാം, ദൈവം പലർക്കും കഴിവുകൾ കൊടുത്ത് ലോകത്തിലേക്ക് വിട്ടിട്ടുണ്ട്. അത് പലരും സിനിമയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ദൈവം ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുക, എന്നെ മഹത്വപ്പെടുത്തുവാൻ അത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു കഴിവില്ലാത്ത എന്നെ പോലെയുള്ള ആളുകളെയൊക്കെ ദൈവം ഇങ്ങനെ കുറച്ച് തന്ന്, അപ്പോൾ നമ്മൾ അതിനോട് താല്പര്യം കാണിക്കുമ്പോൾ പിന്നെ അടുത്തത് തന്ന്, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഈ പാട്ടുകളെല്ലാം. തീർച്ചയായും ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അല്ലേ എന്നതുപോലെ നമുക്കുള്ളത് കൊടുക്കുന്നു. അത് കർത്താവ് മഹത്വപ്പെടുത്തുവാൻ വേണ്ടി അത് ഇരട്ടി ആക്കി വർദ്ധിപ്പിക്കുന്നു. യൗസേപ്പ് പിതാവ് നമുക്കറിയാം ശാന്തനായിട്ട് നിൽക്കുന്ന ഒരാളാണ്, എപ്പോഴും ഇങ്ങനെ ഏറ്റവും മാറി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ യൗസേപ്പ് പിതാവ് പവർഫുള്ളാണ്. അപ്രകാരം ഈ പാട്ട് നമ്മൾ പാടിയതിന് ശേഷം പലരും പല സ്ഥലങ്ങളിലും പള്ളികളിലൊക്കെ പാടുന്നുണ്ട്. അവിടെയൊക്കെ വലിയൊരു അത്ഭുതം നടക്കുന്നുണ്ട്. ശാലോം ടി വിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം യൗസേപ്പ് പിതാവിൻ്റെ ഒരു വലിയൊരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഒരു മനോഹര ഗാനം നമ്മൾ ശ്രവിക്കുകയാണ്. അമ്മ പരിചയപ്പെടുത്തുന്ന നല്ല അപ്പൻ, തിരുസഭയുടെ പാലകൻ, കുടുംബങ്ങളുടെ സംരക്ഷകൻ, നന്മരുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ. അതെ, യൗസേപ്പ് പിതാവിൻ്റെ വിശേഷണങ്ങൾ നീളുകയാണ്. നമുക്ക് പാടി പ്രകീർത്തിക്കാം, ആ അപ്പനെയും ഓർക്കാം. അങ്ങനെ തിരുക്കുടുംബത്തിൻ്റെ ധന്യത നമ്മുടെ കുടുംബങ്ങളിലും അനുഭവമാകട്ടെ, അഭിഷേകമാകട്ടെ.
നീതിമാനാകും താതാ യേശുവിൻ സ്നേഹത്താതാ വിശുദ്ധനാകും യൗസേപ്പേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ. നീതിമാനാകും താതാ യേശുവിൻ സ്നേഹതാതാ വിശുദ്ധനാകും യൗസേപ്പേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. തിരുക്കുടുംബത്തിൻ മധ്യസ്ഥ പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലപീഡിതർ ക്ലേശിതരങ്ങേ പാവന പാദം വണങ്ങിടുന്നു. തിരുക്കുടുംബത്തിൻ മധ്യസ്ഥ പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലപീഡിതർ ക്ലേശിതരങ്ങേ പാവന പാദം വണങ്ങിടുന്നു. പാരീതിൻ പാപം നീക്കാൻ ഭൂവിതിൽ ജാതനായ ഈശോതൻ വളർത്തു താതാ ഞങ്ങൾ തൻ സംരക്ഷക. പാരീതിൻ പാപം നീക്കാൻ ഭൂവിതിൽ ജാതനായ ഈശോ തൻ വളർത്തു താതാ ഞങ്ങൾ തൻ സംരക്ഷക. തിരുക്കുടുംബത്തിൻ മധ്യസ്ഥ പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലപീഡിതർ ക്ലേശിതരങ്ങേ പാവന പാദം വണങ്ങിടുന്നു. തിരുക്കുടുംബത്തിൻ മധ്യസ്ഥ പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലപീഡിതർ ക്ലേശിതരങ്ങേ പാവന പാദം വണങ്ങിടുന്നു. കന്യകാമേരിയോടും തന്നോമൽ സോനുവോടും മാലാഖമാരോടൊത്തും മഹിമയിൽ വാഴുന്നു നീ. കന്യകാമേരിയോടും തന്നോമൽ സൂനുവോടും മാലാഖമാരോടൊത്തും മഹിമയിൽ വാഴുന്നു നീ. തിരുക്കുടുംബത്തിൻ മധ്യസ്ഥ
പരിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. തിരുക്കുടുംബത്തിൻ മധ്യസ്ഥ പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലപീഡിത ക്ലേശിതരങ്ങേ പാവനപാദം വണങ്ങിടുന്നു. തിരുക്കുടുംബത്തിൻ മധ്യസ്ഥ പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലപീഡിത ക്ലേശിതരങ്ങേ പാവനപാദം വണങ്ങിടുന്നു. പ്രിയമുള്ളവരെ, ഈ സുദിനത്തിൽ പ്രത്യേകമായി പരിശുദ്ധ തിരുക്കുടുംബത്തിന് നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവമേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ എളിയ കഴിവുകളിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ നാമകീർത്തനങ്ങൾ പാടുവാൻ, ഇന്ന് പ്രത്യേകമായി വിശുദ്ധ യൂസേപ്പിതാവിനെ കൂടി ധ്യാനിക്കുവാൻ, പരിശുദ്ധ തിരുക്കുടുംബത്തിൻ്റെ നേർസാക്ഷ്യങ്ങളായി ഞങ്ങളും മാറുവാൻ ഇതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നാഥ, ആ തിരുക്കുടുംബ ചൈതന്യം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും പകരണമേ. എവിടെയും ഈശോ, മറിയം, യൗസേപ്പേ എന്നുള്ള ഹൃദയ പ്രാർത്ഥനകളോടെ നന്മ നിറഞ്ഞ ക്രിസ്തു സാക്ഷ്യങ്ങളായി നീങ്ങുവാൻ, ഏത് പ്രതികൂലതയിലും ഇടറാതെ, തളരാതെ, പതറാതെ നിന്നുകൊണ്ട് ഈശോയിലേക്ക് ഞങ്ങളുടെ ജീവിതം ചേർക്കപ്പെടുവാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആമേൻ. പിതാ